അങ്ങനെ വൈകുന്നേരം ആയപ്പോ ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങായിട്ടാ. പ്രത്യേകിച്ച് ഒരു തീരുമാനമൊന്നും ഇല്ലാട്ടാ എങ്ങോട്ട് പോണെന്ന്. വിനുവിന്റെ വീട്ടിൽ പോകും, പിന്നെ കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അവസാനം ഞങ്ങളെ വീട്ടിലേക്ക് എത്തൂട്ടോ രാത്രിയാകുമ്പോ. അതെന്നെയാട്ടാ നടക്കുക. പക്ഷെ ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പൂരമായിരുന്നേ. അത് കണ്ടോണ്ടിരുന്നിട്ട് കുറച്ചേരം. അത് കണ്ടോണ്ടിരുന്നപ്പോഴാണ് വിനുവിന്റെ കസിൻസ് എല്ലാരും കൂടിയിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി നിന്നിട്ടാ പൂരം കണ്ടത്. ഇതേ വീട്ടിലേക്ക് വന്നിട്ട് അയൽക്കാരായിട്ടൊന്നും ഞാൻ അത്ര കമ്പനി ആയിട്ടില്ലാട്ടാ. ആകെയുള്ളത് ഈ ഒരു തുമ്പിമോളാണ്. അവൾ എന്നെ കാണാനായിട്ട് എപ്പോഴും വരും കേട്ടോ. എനിക്കാണെങ്കിൽ തുമ്പിമോളെ കാണുമ്പോ എന്റെ ഉണ്ണിമോളെ എന്റെ ഓർമ്മ വരിക. കുറച്ചേരം പൂരം കണ്ടിട്ട് ഞങ്ങൾ എല്ലാരും കൂടി നേരെ ടീ ഫാക്ടറിക്ക് പോയിട്ട് ഒന്ന് ചായ കുടിക്കാനായിട്ട്. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കുറച്ചേരം ഞങ്ങൾ വർത്താനം പറഞ്ഞതിന് ശേഷം അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ വിനുവിന്റെ വീട്ടിലേക്ക് പോയിട്ടാ. കാർ അങ്ങനെ വിനുവിന്റെ വീട്ടിലിട്ടിട്ട് ഞങ്ങൾ നടന്നു പോട്ടെ ഞങ്ങളുടെ വീട്ടിലേക്ക്. പാളത്തിന്റെ സൈഡിൽ കൂടെ ആട്ടാ നടന്നു പോണത്. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. സ്നേഹം കൊണ്ടല്ലാട്ടാ, പേടി കൊണ്ടാട്ടാ ഞാൻ അവന്റെ കൈ വിടാണ്ടിരിക്കണേ. അവനാണെങ്കിൽ കിട്ടിയ അവസരം മുതലെടുക്കാട്ടെ. എന്നെ പോണ വഴിയിലൊക്കെ പേടിപ്പിച്ചിട്ടാ കൊണ്ടോണവൻ. ആരുമില്ലാത്ത വഴി കൂടെ ആട്ടാ ഞങ്ങളീ നടന്നു പോണത്. പ്രേതം പിടിക്കാണ്ട് നേരെ വീട്ടിലേക്ക് എത്തിയാൽ മതിയായിരുന്നു.